ഹായ് ഗൈസ്, ഫേക്ക് ഫ്രണ്ട്സ് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ അടുത്ത സ്റ്റോറി ടെല്ലിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ടൈറ്റിൽഡ് FRK പ്രസൻസ് ഫേക്ക് ഫ്രണ്ട്സ് സിനിമാറ്റിക് യൂണിവേഴ്സ് അവതരിപ്പിക്കുന്നു സ്റ്റോറി ഓഫ് ബംബിൾ ബി. തേൻ കുടിക്കുന്നു, പറക്കുന്നു പരാഗണം. ആണായാൽ പണിയണം, പെണ്ണായാൽ കനിയണം, ഞാൻ പാലിക്കുന്ന ഓയോ റൂൾസ്. ഇത് പാടാൻ പറ്റൂലല്ലോ പണ്ടാരം. പുരോഗമനം കുറച്ച് പുരോഗമന റീൽസ് ഇട്ട് ഊക്കുലേല വായിച്ച് ആൾക്കാരെ ഊറ്റി ഊക്കാം. അപ്പം ഈ കഥയിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംബിൾ ബി ആണ്. ബംബിൾ എന്നും ഞാൻ ഇടയ്ക്ക് പറയും. അപ്പോൾ നമ്മുടെ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒരു കഥ നടക്കുകയാണ് ഗൈസ്, ഒരു കഥ. അപ്പോൾ ഇതൊരു കഥയായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി, സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. ദിസ് ഇസ് മൈ എൻ്റർടൈൻമെൻറ്റ്. പോപ്കോൺ എടുത്തോളൂ, എന്താണെന്ന് വെച്ചാൽ എടുത്തോളൂ, കപ്പുറത്തതോ എന്താണെന്ന് വെച്ചാൽ എടുത്തോ എന്ന് കുറിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ബംബിൾ ബി ഹണി ബീനെ സഹായിക്കുന്നതെന്നുള്ളതാണ്, എന്തൊക്കെ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ്. അപ്പോൾ നമ്മുടെ ബംബിൾ ബി കഥാപാത്രത്തെ പറ്റി ഞാൻ പണ്ട് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ബംബിൾ ബീനെ അവധിക്ക് വിട്ടിരിക്കുകയായിരുന്നു. ബംബിൾ ബി സീസണലാണ്, ഇടയ്ക്കേ വരുള്ളൂ. അപ്പോൾ ഈ സീസണിൽ ബംബിൾ ബിക്ക് ഒരു മേജർ റോളുണ്ട്. അത് എങ്ങനെയാണ് ആ റോള് ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, നമുക്ക് ഈ സാങ്കല്പിക ലോകത്ത് എൻ്റെ വൈഫിന് ഒരു കോൾ വരികയാണ്. ആ കോൾ വന്നപ്പോൾ നമ്മുടെ ഹണി ബിയെ പറ്റി കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. അപ്പോൾ ഹണി ബിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഹണി ബി നിങ്ങളൊരു തിമിംഗലം അല്ലെങ്കിൽ ഒരു വലിയ സ്രാവായിട്ട് വിചാരിക്കുക. അപ്പോൾ ഈ സ്രാവിൻ്റെ അല്ലെങ്കിൽ തിമിംഗലത്തിൻ്റെ കൂടെ നിങ്ങൾ ഡിസ്കവറി ചാനലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വേറെ കുറേ മീനുകൾ അതും ഇതൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. സ്രാവ് എവിടെ പോയാലും അല്ലെങ്കിൽ നമ്മുടെ തിമിംഗലം എവിടെ പോയാലും സൈഡിൽ ഈ സാധനങ്ങളെ കാണാൻ പറ്റും. ചിലത് അള്ളി പിടിച്ചിരിപ്പുണ്ടാവും, ചിലപ്പോൾ വല്ല ഇങ്ങനെ ക്ലാവ് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കക്ക പോലെയൊക്കെ അള്ളി പിടിച്ചിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നീരാളി ആയിരിക്കും. ഇങ്ങനെ പിടിച്ചാൽ വിടൂല, അങ്ങനെ ഇരിക്കും. നമ്മൾ ഉടുമ്പൊക്കെ പിടിച്ചാൽ എങ്ങനെയാണ്, പിടിച്ചാൽ അവിടെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും കൂടെ ഉണ്ടാവും. അതുപോലെ ഉടുമ്പ് പോലും ചിലപ്പോൾ പിടിവിടും. ഇതുങ്ങൾ പിടിവിടുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം അതിലുള്ള ഒരു ഇങ്ങനെ പിടിച്ച് കൂടെ പോകുന്ന ഒരു ടീമാണ് ഈ ബംബിൾ ബി. അപ്പോൾ ബംബിൾ ബി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹണീബിനെ അളിയ എന്നാണ് വിളിക്കുന്നത്. ഹണി ബി ബംബിൾ ബീനെ വിളിക്കുന്ന അളിയ എന്നാണ്. അപ്പോൾ ഈ അളിയന്മാരും കൂടി ഈ കണ്ണി കണ്ട എല്ലാ പോളം തപ്പി ഓരോ പൂക്കളിൽ ചെന്ന് പൂക്കളെ വിടർത്തുകയും പരാഗണം ചെയ്യുന്നതും ഒരു സ്ഥിരം പ്രവൃത്തിയാണ്. ഓരോ പൂക്കൾ വന്ന് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് നമുക്ക് സംഭവങ്ങളൊക്കെ മനസ്സിലായത്. അതായത് ബംബിൾ ബി വന്ന് തേൻ കുടിച്ചിട്ട് പോയി എന്നുള്ളത്, അതുപോലെ ഹണി ബിയും പല അവസരങ്ങളിൽ തേൻ കുടിച്ച് പോയി എന്നുള്ളത്. ഈ സംഭവം മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഞാൻ വിചാരിച്ചത്, ഓക്കെ, ഇതിനെപ്പറ്റി നമുക്ക് എന്തായാലും ഒരു എപ്പിസോഡ്, ഒരു സ്റ്റോറി എന്തായാലും ചെയ്യണം. കാരണം അത് ഭയങ്കര സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ബംബിൾ ബി അല്ലെങ്കിൽ ഹണി ബീനെ പോലെ തേൻ കുടിക്കാനുള്ള കഴിവില്ല, പൂക്കളെ പറ്റിച്ചിട്ട് പോവുകയാണ്. ബംബിൾ ബിയുടെ ഒരു കിഡിലോസ്കെ സാധനം നമ്മളുടെ അടുത്ത് ഒരു പൂ വന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ബംബിൾ ബി ഓൾറെഡി വേറൊരു ബി ആയിട്ട് റിലേഷൻഷിപ്പിലാണ്. അവർ ഓപ്പൺ റിലേഷൻഷിപ്പിലായിരുന്നു തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും അതിനെപ്പറ്റി ഇൻഫോർമേഷൻ എനിക്ക് കൂടുതലില്ല. കടിഞ്ഞാൻ ഇട്ടിരിക്കെ പോലും ഒരു സംഭവം ഉണ്ടായി. ഇത് നമ്മൾ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു പൂ നമ്മുടെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ പൂ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹണി ബി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ പുതിയ പൂവിനെ പറ്റി ബംബിൾ ബിയോട്. അളിയ, ഇതാണ് എൻ്റെ പുതിയ പൂവ്. അപ്പോൾ ബംബിൾ ബി, ഓ എന്ത് ചരക്കാണ് അളിയ. അപ്പോൾ ഇത് കേട്ടതും ഈ അവസ്ഥയായിരുന്നു നമ്മുടെ ഹണി ബിയുടെ. പക്ഷേ ഹണി ബി എങ്ങനെയാണെന്ന് വെച്ചാൽ, അളിയ എന്ന് വിളിച്ചുണ്ടാക്കണോണ്ട് വായിൽ വിരലിട്ടിരുന്നു. ഈ വിരലിട്ടിരുന്നതുകൊണ്ട് തന്നെ ഈ പൂ ഹണി ബിയോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെയൊക്കെ ബംബിൾ ബി പറയുന്നതെന്ന്. അപ്പോൾ വിരലിട്ടിരിക്കുന്ന ഹണി ബി പറയാണ്, അത് വേറൊന്നുമല്ല, അളിയനാണ്, അവൻ എങ്ങനെയാണെന്ന്. ഓ, സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ റിയൽ വേൾഡിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അപ്പം തന്നെ ബംബിൾ ബീനെ കീടനാശിനി അടിച്ച് കൊന്നാനെ, അല്ലെങ്കിൽ ഓട്ടിച്ചാനെ, പറത്തിച്ചാനെ. പക്ഷെ ഇവിടെ ഹണി ബി വായിൽ വിരലിട്ടിരിക്കുകയാണ്, അളിയനാണെന്നും പറഞ്ഞു. അപ്പോൾ ആ പൂവിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്നാണ് പൂവിന് മനസ്സിലായത്, ഈ വന്നിരിക്കുന്ന ഹണി ബി
സീനാണെന്ന്, ബംബിൾ ബി അതിലും വലിയ സീനാണെന്ന്. അപ്പോൾ ഈ പൂ മറ്റു പൂക്കളോട് ഇത് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ഈ ബിയിൽ ശ്രദ്ധിച്ച് നോക്കി അറിയാം, ബീൻ്റെ അറ്റത്ത് വളരെ കൂർത്താണ്ടിരിക്കണം. അപ്പോൾ ഈ കൂർത്ത ഇതുള്ളതുകൊണ്ട് പൂവിന് പേടിയാണ്, പൂവിനെ അള്ളിപ്പറിക്കുക എന്നുള്ളത്. ഈ പൂവ് പാവം ഏതള് ഒഴിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു പാവം പൂ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ബംബിൾ ബി, ഹണി ബി പരാഗണം ചെയ്ത് വീണ്ടും നടക്കുന്നു. നമുക്കറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ബംബിൾ ബി സ്ഥിരമായിട്ട് പരാഗണം ചെയ്യാനായിട്ട് ഇവിടെ കുറേ തോട്ടങ്ങൾ തപ്പി നടക്കുമായിരുന്നു. അപ്പൊ ബംബിൾ ബീക്ക് തോട്ടങ്ങളെ പറ്റി വളരെ വലിയ ഒരു വൊക്കാബുലറിയും ഒരു രജിസ്റ്ററിയും കയ്യിലുണ്ട്. അപ്പോൾ ഹണി ബീക്ക് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള തോട്ടങ്ങളെ പറ്റിയൊന്നും വലിയ അറിവില്ലാത്തതുകൊണ്ട് അതിന് കൺസൾട്ട് ചെയ്തിരുന്നത് ബംബിൾ ബിയെ ആണെന്നുള്ളതാണ്. അപ്പം ബംബിൾ ബി മൊത്തം പറഞ്ഞു കൊടുക്കുക, ഇന്ന തോട്ടം ഇപ്പോൾ ഒഴിഞ്ഞിടയ്ക്കാണ്, ആ തോട്ടത്തിലേക്ക് ആരും വരില്ല, അപ്പോൾ ആ തോട്ടത്തിൽ നിങ്ങൾക്ക് പോകാം എന്നുള്ള രീതിയിലേക്കാണ്. ബംബിൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴികാട്ടിയായിരുന്നു. വളരെയധികം നല്ല തോട്ടങ്ങൾ എവിടെയുണ്ടെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതിൽ ബംബിൾ ബി ഹണി ബിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അളിയ അളിയ എന്ന് പറഞ്ഞുകൊണ്ട് ചക്കിക്കൊത്ത ശങ്കരൻ എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത്. ബംബിൾ കാഴ്ചയിൽ വളരെ സാധുവായിട്ടുള്ള ഒരു പാവമായിട്ടുള്ള ഒരു ബി ആയിട്ട് തോന്നുമെങ്കിലും ഊറ്റിക്കുടിക്കപ്പെട്ട പൂക്കൾക്കും ഇതളുകൾക്കും അറിയാൻ പാടുള്ളൂ എത്രത്തോളം ഒരു കഠിന ഹൃദയനാണ് ബംബിൾ ബി എന്നുള്ളത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ അള്ളിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാർ പോലും ഈ തിമിംഗലവും സ്രാവിനെയും കണ്ട് അനുകരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ തിമിംഗലം അല്ലെങ്കിൽ സ്രാവിൻ ഉണ്ട് എന്നുള്ള അഹങ്കാരത്തിൽ ഈ പറഞ്ഞ ബംബിൾ ബി ഉൾപ്പെടെ അല്ലെങ്കിൽ കൂടെ നടക്കുന്ന ചെറിയ മീൻ ഉൾപ്പെടെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടു. ഇങ്ങനെയാണ് പോകുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്തിൽ ഇൻഫ്ലുവൻസ് ആവണം എന്നുള്ളത്. അപ്പോൾ മനസ്സിൽ ഇന്ന കാര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഇൻഫ്ലുവൻസ് ആവുന്നത്. ഈ സ്രാവിൻ്റെ കക്ഷത്തിരുന്ന് പോകുന്ന ബാക്കിയുള്ള മീനുകൾക്കും അറിയാം ഈ ബംബിൾ ബി ഭയങ്കര സീനാണെന്ന്. പക്ഷേ അവരാരും മിണ്ടൂല, കാരണം ഒപ്പം കക്ഷത്തിരുന്ന് പോകണ്ടേ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കക്ഷത്തിൽ ഇടിയാവുമല്ലോ, പിന്നെ കക്ഷത്തിൽ സ്പേസ് കിട്ടാണ്ടാവും. അപ്പം കൂടെ ഓസിന് ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ഇതാവുമ്പോൾ സ്രാവിൻ്റെ മേത്ത് തള്ളിപ്പിടിച്ചിരിക്കുകയും ചെയ്യുക, എത്തേണ്ട സ്ഥാനത്ത് എത്തുകയും ചെയ്യും, പോണ വഴിയിലുള്ള സ്രാവ് വിഴുങ്ങണതൊക്കെ ഇവർക്കും കിട്ടുകയും ചെയ്യും. ഇതാണ് കൂടെയുള്ള മീനുകളുടെ ഒരു സംഭവം. പക്ഷെ സ്രാവ് പോലും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഈ കൂടെ കക്ഷത്തിരിക്കുന്ന മീനുകൾക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട്. ഒരു ദിവസം വലിയ ഒരു കപ്പൽ വരും. ആ കപ്പൽ വലയിട്ട് ഈ സ്രാവിനെയും ഈ മീനുകളെ ഒപ്പം വലിച്ചങ്ങ് എടുക്കും. അപ്പം സ്രാവ് മാത്രമല്ല, കക്ഷത്തിരിക്കുന്ന ഈ മീനുകളും ഇങ്ങോട്ട് പോരും. അത് ഈ വലിയ കപ്പൽ അടുക്കാറായിട്ടുണ്ട്. മിക്കവാറും ഈ കപ്പൽ പെട്ടെന്ന് തന്നെ വല വീശി സ്രാവിനെയും ഈ പറഞ്ഞ കുഞ്ഞു മീനുകളെയും പിടിക്കും. അപ്പം ഈ നീരാളിയും സ്രാവും കക്ഷത്തിരിക്കുന്ന മീനുകളും എല്ലാം അങ്ങ് പോരും. ഉടുമ്പിനെ പോലും ഇവിടെ വല വീശി പിടിക്കണ്. അപ്പോഴാണ് സ്രാവ്. അപ്പം ഈ ചാളയും സ്രാവും ചെമ്പല്ലിയും പള്ളത്തി ഒക്കെ ഇതിൻ്റെ ഇടയിൽപ്പെടും. നിങ്ങൾ ഈ സിംഹവും കടുവയൊക്കെ കാട്ടിൽ വേട്ടയാടാൻ പോകണ കണ്ടിട്ടുണ്ടോ? അവർ വേട്ടയാടി തിന്നിൻ്റെ ബാക്കി തിന്നാൻ വരുന്ന കുറേ കഴുകന്മാരും കുറേ ചെന്നായ്ക്കളും ഉണ്ട്. ആ വിഭാഗത്തിൽപ്പെടും ഈ ചെറിയ പരൽ മീനുകൾ. അപ്പോൾ ഈ കഥ ഞാനിവിടെ അവതരിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇടയിൽ കുത്തിയാൽ ചൊറിയുന്ന അല്ലെങ്കിൽ ഇതളുകൾ കൊഴിക്കാൻ ശക്തിയുള്ള പരാഗണം ചെയ്യുന്ന കുറേ ബീസ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഇവർ കൂട്ടത്തോടെയാണ് നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തേൻ കനിഞ്ഞ് തേൻ നുണഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചാണ് പറന്ന് നടക്കുന്നത്. അപ്പോൾ ഇനിയും കുറേ ബീസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വേറെ വേറെ ബീസ് നമുക്ക് പുതിയതായിട്ട് പരിചയപ്പെടാൻ പറ്റുമോ എന്നും എനിക്കറിയില്ല. അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് കിട്ടിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഓരോ ഇതളുകളും പൂക്കളും വന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും അത് ഞാൻ ഒരു കഥയിലൂടെ അവതരിപ്പിക്കാം. അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബംബിൾ ബിയെ സമ്മതിക്കണം. ഒരിടത്ത് പ്രേക്ഷകരുടെ അടുത്ത് വന്നിട്ട് ബംബിൾ ബി പുരോഗമനവാദിയായിട്ട് അഭിനയിക്കുന്നു. പുരോഗമനത്തിൻ്റെ സന്ദേശങ്ങൾ പാടി നടക്കുന്നു.
അതേസമയം റിയൽ ലൈഫിൽ തേൻ കുടിച്ച് നടക്കുന്നു. ഇതാണ് അവസ്ഥ. തേൻ കുടിക്കുന്ന ബീക്ക് കുത്താനുള്ള സംഭവം കൂടി ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമുക്ക് കാണുമ്പോൾ ഇത് തേനീച്ച പാവം എന്ന് വിചാരിക്കും. കുത്ത് കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും എന്ത് വേദനയാണെന്ന് അതിനുള്ളത്. അപ്പോൾ കുറേ പൂക്കൾക്ക് കുത്ത് കിട്ടി, കുറേ പൂക്കളുടെ അടുത്ത് വന്നിട്ട് തേൻ വലിച്ചു ഊറ്റിക്കുടിച്ചിട്ട് പോയി. അപ്പോൾ ഇപ്പോൾ പൂക്കൾക്ക് അതിൽ ഖേദമുണ്ട്, വേദനയുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പോൾ അവർ വന്നിട്ട് പറയാൻ പറ്റുന്ന ആളുടെ അടുത്ത് പറഞ്ഞു. പിന്നെ കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് എല്ലാ കഥകളും എൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ തന്നെ കിട്ടുന്നു എന്ന്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എടുക്കുന്നിടത്തല്ലേ ആൾക്കാർ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് തരുള്ളൂ. ഞാൻ സ്ക്രിപ്റ്റുകളെല്ലാം വായിക്കുന്നേ, ഞാൻ സ്ക്രിപ്റ്റുകളെല്ലാം പരിഗണിക്കും. അതുകൊണ്ടാണ് എനിക്ക് സ്ക്രിപ്റ്റുകളെല്ലാം ലഭിക്കുന്നത്. മറ്റുള്ള ആൾക്കാർ ഇതുപോലെ സ്ക്രിപ്റ്റുകൾ പരിഗണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഓരോ ഇതളുകളും പൂക്കളും സ്ക്രിപ്റ്റുകളും കാര്യങ്ങളും കൊണ്ടുവന്ന് തരും. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ആയിട്ടിരിക്കണം. അതായത് സ്ക്രിപ്റ്റുകൾ തരൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും കിട്ടും കുറേ സ്ക്രിപ്റ്റുകൾ. ഇത് കൂടാതെ ഈ സ്രാവിന് ചൂണ്ടയിടാൻ പോയപ്പോൾ വേറൊരു സംഭവം നടന്നു. കഴിഞ്ഞ സിനിമാറ്റിക് യൂണിവേഴ്സിലെ എപ്പിസോഡ് ഇറങ്ങിയപ്പോഴാണ് വേറൊരു സംഭവം നടന്നു കമൻറ്റ് ബോക്സിൽ. അതായത് ഒരു സ്രാവിന് നമ്മൾ ചൂണ്ടയിട്ടപ്പോഴേക്കും കൂടെ എനിക്ക് ഒരു തെരണ്ടീനെ കിട്ടി. അങ്ങ് പട്ടാമ്പിയിലുള്ള ഒരു തെരണ്ടി. പക്ഷെ ആ തെരണ്ടിയെ പറ്റി ഞാൻ ഗവേഷണം തുടങ്ങിയിട്ടില്ല. എന്തായാലും ഞാൻ ഗവേഷണം തുടങ്ങി അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ടേ തെരണ്ടിയെ പറ്റിയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ തെരണ്ടിയെ പറ്റി എന്തെങ്കിലും വിവരം അറിയാവുന്നവരുണ്ടെങ്കിൽ ദയവ് ഇത് തെരണ്ടിയെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്, എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫോർമേഷൻസ് റൈറ്റ് ആയിട്ടുള്ളത് കിട്ടണം. റൈറ്റ് ഇൻഫോർമേഷൻസ് കിട്ടിയാലേ നമ്മൾ ആ ഇൻഫോർമേഷൻസ് നമ്മുടെ ചാനലിലൂടെ പാസ് ചെയ്യുള്ളൂ. കാരണം എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ പോലും നമുക്ക് സത്യസന്ധമായ ഒരു എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ സത്യസന്ധമായ രീതിയിൽ വീഡിയോ ചെയ്യുള്ളൂ. കിട്ടിയേക്കണ ഇൻഫർമേഷൻസ് അത്യാവശ്യം വാലിഡ് ആണെങ്കിലും അതിനെപ്പറ്റി നല്ല രീതിയിൽ ഉറപ്പ് വരുത്തിയിട്ടേ നമ്മൾ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷണൽ വീഡിയോസ്, റൈറ്റ് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയി നിങ്ങൾ ഇത് സ്വീകരിക്കണം എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സ്വീകരിക്കാം. എഡ്യൂക്കേഷൻ വേണ്ടവർക്ക് എഡ്യൂക്കേഷനായിട്ട് എടുക്കാം, എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളവർക്ക് എൻ്റർടൈൻമെൻറ്റ് സൈഡ് മാത്രം എടുക്കാം. നമ്മൾ ഇതുപോലുള്ള ഒരുപാട് വന്യമൃഗ ജീവികൾ, പക്ഷികൾ, തേൻ കുടിച്ച് പരാഗണം നടത്തി നടക്കുന്ന പല പക്ഷിമാരെയും നമ്മൾ കാണിക്കുന്നതാണ്. നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇനിയുള്ള വരും എപ്പിസോഡുകളിൽ ഇതുപോലെയുള്ള നമുക്ക് ഒരുപാട് ജീവികളെ നമുക്ക് അടുത്തറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അത് ഞാൻ ഒരു കഥാരൂപേണ ഇവിടെ വളരെ നല്ല രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള ഇതുപോലുള്ള വീഡിയോസിനായി നിങ്ങളും കൂടി സഹായിക്കണം. കാരണം എഡ്യൂക്കേഷൻ എന്നുള്ള സാധനം, നോളജ് എന്നുള്ളൊരു സാധനം എനിക്ക് ഒറ്റയ്ക്ക് നേടാൻ പറ്റുന്നതല്ല. മറ്റുള്ള ആൾക്കാരും കൂടി സഹായിച്ചാലേ എനിക്ക് പല നോളജുകൾ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പഠിക്കാൻ വളരെ ത്വരയാണ്. സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇപ്പോൾ കുറേ നാളായി. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ഈ വൈൽഡ് ലൈഫിനെ പറ്റി പഠിക്കാൻ. പണ്ടേ വൈൽഡ് ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര ത്വരയാണ് വൈൽഡ് ലൈഫിനെ പറ്റി അറിയാനും മനസ്സിലാക്കാനും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, ഞാൻ ഇത്ര നാൾ വിചാരിച്ചിരുന്ന ഒരു തേനീച്ചയുള്ളതാണ്. ഇപ്പോൾ ഇഷ്ടം പോലെ തേനീച്ച പല സൈസിൽ പല രീതിയിലുള്ളവരുണ്ടെന്ന് മനസ്സിലായി. കുറച്ച് തേനീച്ചകളെ കോളേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തേനീച്ചകൾ അതൊക്കെ മേലെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തേൻ കുടിച്ച് പറന്ന് നടക്കുന്ന തേനീച്ചകളെ നമുക്ക് ഒരു ഇലക്ട്രിക് ബാറ്റ് വെച്ച് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കരിയിച്ച് കളയണ്ട. അല്ലെങ്കിൽ എല്ലാ പൂക്കളും നിങ്ങൾ ഊറ്റി കുടിച്ച് ഉണക്കിക്കളയും. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ഇതളുകൾക്കോ പൂക്കൾക്കോ കേടുപാടുകൾ ഈ ഇൻസെക്റ്റുകൾ മൂലം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID FRK_vlogsലേക്ക് നിങ്ങളുടെ ഇൻഫോർമേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സഹായിക്കുന്ന ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ എസ്പെഷ്യലി ഇതളുകളും പൂക്കളുകളോടാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, ഇതൊരു ഫുൾ ലെങ്ത് എപ്പിസോഡല്ല. പക്ഷേ ഷോർട്ട് വീഡിയോ ആണെങ്കിലും ഫുൾ ലെങ്ത് വീഡിയോ ആണെങ്കിലും നിങ്ങൾ തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്, വളരെയധികം വലുതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഇനി വരുന്നത് നമ്മൾ ഷെയർ ചെയ്യും. എനിക്കറിയാം നമ്മുടെ ഏറ്റവും സൂപ്പർ ഡൂപ്പർ ഹിറ്റായ എപ്പിസോഡായ കാന്താര
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. -144p സ്വീകരിച്ച പോലെ ഈ അടുത്ത് ഒരു വീഡിയോയും നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. പക്ഷേ കാന്താര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പം ടാസ്ക് അല്ല. നല്ല ടൈമും നല്ല ബഡ്ജറ്റ് ഉള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ആ ബഡ്ജറ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. നമുക്ക് ആ ഒരു സിനിമ എടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ വരുമ്പോഴേക്കും നല്ല വൃത്തിക്കും മെനക്കും വേണ്ടേ വരാൻ. അതുകൊണ്ടായി കുറച്ച് സമയം ഞങ്ങൾക്ക് നൽകുക എന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ബൈ ബൈ. അളിയ, ഞാൻ തേൻ കുടിക്കാൻ പോവുകയാണ്. അളിയ, ഞാനും മുങ്ങി.